താരസംഘടനയായ അമ്മയിലെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മുൻപെങ്ങും ഇല്ലാത്തവണ്ണം അവിടെ നാമനിർദ്ദേശ പത്രികകൾ ഒരുപാട് പേര് സമർപ്പിക്കുന്നു. മാത്രമല്ല ഈ പത്രികകൾ സമർപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അവിടെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ വരുന്നു. ഒരാൾക്കെതിരെ മറ്റൊരാൾ വരുന്നു, മറ്റൊരാൾക്കെതിരെ വേറൊരാൾ വരുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുകയാണ് അമ്മ ഭരണസമിതി തിരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ നടൻ ബാബുരാജിനും നടി അൻസിബയ്ക്കുമെതിരെ സാമ്പത്തിക ആരോപണവുമായി നടൻ അനൂപ് ചന്ദ്രൻ വീണ്ടും രംഗത്ത് വരികയാണ്. അൻസിബയും ബാബുരാജും ചേർന്ന് അമ്മയുടെ അക്കൗണ്ടിലുള്ള 7 കോടി രൂപ തട്ടിയെടുക്കാനാണ് മത്സരിക്കുന്നത്. കട്ടുമുടിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യമെന്നും അനൂപ് പറയുന്നു. വാക്കുകളിലേക്ക്. ശ്രീമാൻ ബാബുരാജാണ് അതിനുവേണ്ടി ഓടി നടന്നത് എന്ന് ചിലർ പറയുന്നു. മറ്റു കമ്മിറ്റിക്കാരെ ആരെയും തൊടിയിക്കാതെ, മറ്റു കമ്മിറ്റിക്കാരോടൊന്നും കൂടിയാലോചന പോലുമില്ലാതെ കുടുംബ സംഗമത്തെക്കുറിച്ച് അദ്ദേഹം ഒറ്റയ്ക്കും അദ്ദേഹത്തിന്റെ ചില സിൽബന്ധികളും മാത്രമായി പരിപാടികൾ ആരംഭിച്ചു. കുടുംബ സംഗമം നടന്നതിന്റെ കണക്ക് പോലും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണക്ക് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഷ്ടി ചുരുട്ടി ഡെസ്കിൽ ഇരിക്കുകയാണ് ചെയ്തത്. ഇതുവരെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഇനി നമ്മുടെ പക്കൽ ഒരു 7 കോടി രൂപയുണ്ട്. ഒരു വർഷം ഇൻഷുറൻസിന് 1 കോടി രൂപയും പെൻഷൻ കൊടുക്കാനായിട്ട് ഏകദേശം 1 കോടി രൂപയും വേണം. ഈ രൂപയും കൂടെ അപഹരിച്ചുകൊണ്ട് പോയാലോ നമ്മൾ എന്ത് ചെയ്യും? വിവരങ്ങളുമായി നമുക്കിപ്പം സഹിൻ ആന്റണിയാണ് ചേർന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഈ അനൂപ് ചന്ദ്രന്റെ ഈ പ്രതികരണം നമ്മൾ കേട്ടു. രണ്ടാമത്തേത്, ഈ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ഇന്നാണ്. ഈ 2 കാര്യങ്ങളും നമുക്ക് സഹിനോട് ചോദിക്കാം. സഹിനെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം അനൂപ് ചന്ദ്രന്റെ വാക്കിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും. അതായത് ബാബുരാജിനെതിരെയും അൻസിബയ്ക്കെതിരെയും കടുത്ത സാമ്പത്തിക ആരോപണവുമായിട്ടാണ് അനൂപ് ചന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മയുടെ അക്കൗണ്ടിലുള്ള 7 കോടി രൂപ, ആ പണം തട്ടിയെടുക്കാനാണ് ഇരുവരും മത്സരിക്കുന്നത് എന്നുള്ളതാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, മുൻ കുടുംബമേളയിൽ ഏറെക്കുറെ പണം സ്വരൂപിച്ചിരുന്നു. ഈ കണക്ക് ബാബുരാജ് എങ്ങും അവതരിപ്പിച്ചിട്ടില്ല. ഈ കണക്ക് മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ബാബുരാജ് ഗുണ്ടായിസം കാണിച്ചു, മുഷ്ടി ചുരുട്ടി മേശയിലിടിച്ചു, കൂടെയുള്ളവരെ ഭയപ്പെടുത്തിയൊക്കെ നിർത്തി എന്നുള്ളതാണ് അനൂപ് ചന്ദ്രൻ ആരോപിക്കുന്നത്. അതായത് ഇരുവരും മത്സരിക്കുന്നത് അമ്മയുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കാനാണ് എന്നുള്ളൊരു ആരോപണം അനൂപ് ചന്ദ്രൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കടുത്ത സാമ്പത്തിക ആരോപണമാണ് മത്സരാർത്ഥിയായിട്ടുള്ള ബാബുരാജിനെതിരെ മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള അനൂപ് ചന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ബാബുരാജിൻ്റെ സിൽബന്ധിയായി അൻസിബ് അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു. ഇവരൊക്കെ സാമ്പത്തികം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംഘടനയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അനൂപ് ചന്ദ്രന്റെ ആരോപണം. നേരത്തെ കഴിഞ്ഞ ഇയാളുടെ പുറത്തു വന്ന അനൂപ് ചന്ദ്രന്റെ പുറത്തു വന്ന ഒരു അദ്ദേഹത്തിന്റെ സംഭാഷണവും ഇങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു. രണ്ടുപേരെയും ക്രൂശിക്കുന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു. സഹിനെ, മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള മത്സരവുമായി ബന്ധപ്പെട്ട അന്തിമ ചിത്രം തെളിയുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ശ്വേതാ മേനോനും ദേവനും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടിയാകുമോ, അങ്ങനെയാകുമോ ചിത്രം തെളിയുക? ബാബുരാജ് മത്സരിക്കുന്ന കാര്യത്തിൽ എന്താണ് തീരുമാനം? ബാബുരാജ് ഇപ്പോഴും മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാബുരാജ് പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ദേവനും ശ്വേതാമേനോനും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും വരിക. ജഗദീഷിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ കൊക്കു പരമേശ്വരനായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടാകുക. രവീന്ദ്രൻ മത്സരരംഗത്തുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ മത്സരരംഗത്ത് ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മുൻനിര താരങ്ങൾ, അതായത് മോഹൻലാലോ മമ്മൂട്ടിയെ പോലെയുള്ള താരങ്ങൾ ആരും തന്നെ ഇത്തവണ മത്സരരംഗത്തില്ല. അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾക്കുള്ള അവസരമായി മാറും. ശ്വേതാ മേനോൻ ജയിച്ചു വരികയാണെങ്കിൽ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വനിതാ പ്രസിഡന്റ് കൂടി വരും എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ഓക്കെ സഹിൻ, ശരി, വ്യക്തമാണ്. അപ്പോൾ അമ്മ താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ ഇന്ന് തെളിയുന്ന ദിവസമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ട് വരുവാണെങ്കിൽ ഒരു ചരിത്രമാകും വരിക. ഈ കഴിഞ്ഞ ദിവസത്തെ ഉഷാ ഹസീനയുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു. ശ്വേതാ മേനോനെതിരായിട്ടുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിലെ കാര്യങ്ങളൊക്കെ പോവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയാം.